of SST Beams Technology, CIO Sri Vishnu, Sri Girish Babu, Sri Chandrasekharan Nair, Preeti, ശ്രീകാന്ത്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ രാജ്യത്തിനെ ഇനി മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. മുതിർന്നവരായി ഇവിടെ ഇരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ലോകം ഒന്ന് വേറെയാണ്. അവർ വിഭാവനം ചെയ്യുന്ന ലോകവും ഒന്ന് വേറെയാണ്. അത് വളരെ വിശാലമാണ്. അതുപോലെ തന്നെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മുടെ കണക്കിലൊക്കെ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം അങ്ങനെയാണ്. ഇപ്പോഴത്തെ സമയം മാറി. മാസങ്ങൾക്കകം സാങ്കേതിക വിദ്യകൾ മാറുന്നു, വിഷയങ്ങൾ മാറുന്നു, കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ ജർമ്മനിയിലെ എന്താ സ്ഥലം, സെബിറ്റിന് ഹാനോവറിൽ സെബിറ്റ് ജർമ്മനിലൊക്കെ ദിവസങ്ങളോളം പല പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് ഞാനും ഗിരീഷ് ബാബും കൂടിയൊക്കെ ചിലവഴിച്ചിട്ടുള്ളതാണ്. അവിടെ വരുന്ന ക്രൗഡിനെ ഞങ്ങൾക്കറിയാം, അവിടെ വരുന്ന യങ്സ്റ്റേഴ്സിനെ അറിയാം, അവിടെ വരുന്ന ടെക്നോളജി, അതിൻ്റെ എക്സിബിഷൻ, ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ കളിച്ചാൽ പോരാ, അങ്ങോട്ടൊക്കെ പോകണം എന്ന് ശ്രീ ഗിരീഷ് ബാബു പറഞ്ഞത്. ഞാൻ ഇത്തവണ മന്ത്രിസഭയിൽ വന്നു, വീണ്ടും ഗിരീഷ് ബാബു വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ലൈനുണ്ട്. ആ ലൈൻ എന്ന് പറഞ്ഞത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ഒരു കാര്യത്തിനാണ്. അത് യങ് എൻ്റർപ്രൈസിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ലിപീഷിനോട് അതുപോലെ തന്നെ കൂടെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, വി വിൽ ഗിവ് യു ഓൾ എൻകറേജ്മെൻറ്റ് and locally all the work will be open up for you. There won't be any doubt. Even yesterday we had a very detailed discussion about that. We had a very detailed discussion about that. തൊഴിൽ സമ്പാദിച്ചൊക്കെ കുറച്ച് മുമ്പാണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോഴാണ് പറഞ്ഞ കല്യാണമൊക്കെ കിട്ടുക. പക്ഷേ ഇപ്പോൾ അതല്ല, തൊഴിൽ കൊടുക്കുന്നവരായി മാറി. ഇത്ര ആളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്ര ആളുകളൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞില്ല. ഇതൊക്കെ വളരെ വേഗം സംഭവിക്കാവുന്നതാണ്, വളരെ വേഗം ഡെവലപ്പ് ചെയ്യാവുന്നത്. അനവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥിതി വരും. കാരണം അതുതന്നെയാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. തൊഴിൽദായകരായി ഇങ്ങനെ നടക്കുക, തൊഴിൽ തേടുന്നവരായി നടക്കുക എന്നല്ല, തൊഴിൽദായകരായി നമ്മൾ മാറണം. ഈവൻ പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് പ്രോജക്റ്റുമായി പോകാനുള്ള ഐഡിയയാണ് ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തത്. അവിടുന്ന് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വന്ന് ഇവിടെ നോളജ് വില്ലേജ് മറ്റവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് സൗദിയിലോ ഗൾഫിലോ ഒക്കെ ചെന്നിട്ട് നോളജ് വില്ലേജ് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഞങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയുണ്ട്, മാൻ പവറുണ്ട്, ശക്തിയുണ്ട്, ബാക്കിയുണ്ട്, അതുപോലെ തന്നെ വേണമെങ്കിൽ പണമുണ്ട് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം വരികയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർ അവരാണ്. അവരുടെ മുമ്പിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഉള്ളത്. എല്ലാവരും ആയുസിനൊരു കണക്കുണ്ട്, മനസ്സിലായില്ല. അപ്പം ചെറുപ്പക്കാരാണ് ഇനിയുള്ള അവർ വേറെ ലോകം ഉണ്ടാക്കുക. വെറുതെ കൊടി പിടിച്ച് നടക്കാനൊന്നും അവരെ കിട്ടൂല. കൊടിയേറ്റ് പിടിച്ചവന്ന് ഒറ്റക്ക് പോകേണ്ടി വരും. അതാണ് അടുത്ത് വരാൻ പോകുന്നത്. ബാക്കിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനെടുക്കാൻ പറയാം, ബാക്കിക്ക് തിരിഞ്ഞു കൊടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, ഒരു കൊടിയേറ്റ് വെക്കുന്നുണ്ടാവും. ആ ഒരു ലോകം വരാൻ പോവാണ്. ഇന്നലെ സഞ്ജയ് എന്നോട് പറഞ്ഞു, ഇപ്പോൾ കുറേ ആളുകൾ ലോക്കൽ ന്യൂസ് പേപ്പറൊക്കെ അങ്ങനെ മെനക്കെട്ട് വായിക്കുന്നൊന്നുമില്ല. സഞ്ജയ് വായിക്കാൻ അപ്പോൾ പല ഉപദ്രവങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയുണ്ട്. ഇവിടുത്തെ പത്രങ്ങൾ വല്ലാതെ മെനക്കെട്ട് വായിച്ചാൽ, മീഡിയ വല്ലാതെ മെനക്കെട്ട് കാണുമ്പോഴാണ് ആവശ്യമില്ലാത്തതിലൊക്കെ ഇങ്ങനെ ഉള്ള സമയം മുഴുവൻ പോകുന്നത്. ആവശ്യം